കൊച്ചിയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പോലീസ് വാഹനവുമായി ഇരുചക്രവാഹനം കൂട്ടിയിടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ആലുവ കുഞ്ചാട്ടുകര സ്വദേശി ഉസ്മാനെ മഫ്തയിലുള്ള പോലീസ് മർദ്ദിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവസ്ഥലത്തും പിന്നീട് സ്റ്റേഷനിലെത്തിച്ചും ഉസ്മാനെ പോലീസ് മർദ്ദിച്ചു. പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ എടത്തല പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ആലുവ കുഞ്ചാട്ടുകരയിലാണ് സംഭവത്തിന് തുടക്കം. മഫ്തിയിൽ സഞ്ചരിക്കുകയായിരുന്ന പോലീസുകാരുടെ സ്വകാര്യ വാഹനത്തിൽ ഉസ്മാൻ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു. ഇതേച്ചൊല്ലി വാക്കേറ്റമുണ്ടാവുകയും കാറിൽ നിന്നിറങ്ങിയ പോലീസ് സംഘം യുവാവിനെ മർദ്ദിച്ചെന്നുമാണ് പരാതി. മർദ്ദനത്തെ തുടർന്ന് ഉസ്മാനെ കാറിൽ കയറ്റി എടത്തല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ സംഘം അവിടെ വെച്ച് മർദ്ദിച്ചതായും ആരോപണമുണ്ട്. 5 പോലീസുകാർ മഫ്തിയിൽ വാഗ്നർ കാറിൽ പ്രൈവറ്റ് കാർ പ്രൈവറ്റ് ഡ്രസ്സ് അവർ വന്നിട്ട് വണ്ടി അവന്റെ മേത്ത് മുട്ടി. വണ്ടി മറിഞ്ഞു കഴിഞ്ഞപ്പോൾ എണീറ്റ് ചെന്നപ്പോൾ ഡ്രൈവർ ചാടി എണിച്ച് 5 പോലീസുകാർ കൂടി അവനെ മൃഗീയമായിട്ട് തല്ലി അവിടെ ഇട്ട്. ആ നാട്ടുകാരുടെ പരാതിയുണ്ട്. യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. തുടർന്ന് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി ഉസ്മാനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ബന്ധുക്കളടക്കമുള്ള നാട്ടുകാർ പോലീസിനെ ഒഴിവാക്കി യുവാവിനെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഡിവൈഎസ്പിയുടെ ഉറപ്പിൽ ഉപരോധം പിൻവലിച്ചു. എന്നാൽ ഉസ്മാനെ മർദ്ദിച്ചില്ലെന്നും സ്റ്റേഷനിൽ കൊണ്ടുവന്നതേയുള്ളൂവെന്നുമാണ് പോലീസ് പറയുന്നത്. മീഡിയ 1 കൊച്ചി.